ഇവളാണ് ഷാജിദ ഷാജി എന്ന് പറയാം. സ്വന്തം അമ്മാനെ പുറത്താക്കുന്ന നാലിന്റെ മോള്. നീ കളിക്കടി, നീ പൊക്കടി, നീ തുണി പൊക്കി കാണിക്കടി, നീ കാണിക്ക്, നീ പൊക്കി കാണിക്ക്. നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാം, നമ്മക്ക് സ്വന്തമായിട്ട് അറിയാം. ഇതാ നിങ്ങളെ ഷാജിദ ഷാജി എന്ന് പറയുന്നവള്. ഷാജിദ ഷാജി. നിന്റെ അപ്പനെ എനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നില്ല. മിസ്റ്റർ മുത്തു വാടാ വാടാ പുല്ലാജ് കഞ്ചാവടിയമ്മു. ഈ ഒരു വീഡിയോയ്ക്ക് എതിരായിട്ട് സഫീന ബീബി കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൈൽഡ് ലൈനിലാണ്. എന്താ വെച്ചാൽ വളരെ മോശമായിട്ട് തൻ്റെ കുട്ടികളെ ഉൾപ്പെടുത്തി തൻ്റെ കുട്ടികളെ ലൈവിലിരുത്തി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ തെറി വിളിക്കുന്നത് മുതലും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ ഷാജിദ ഷാജി എന്ന് പറയുന്നത്. അപ്പം ഈ ഷാജിദയ്ക്ക് എന്തുവാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നതെന്ന് പോലും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ഞാൻ നല്ല രീതിയിലാണ് എൻ്റെ മക്കളെ പോറ്റുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷാജിദയെ സത്യം പറഞ്ഞാൽ ഈ ഷാജിദയുടെ അഹങ്കാരം നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വന്നാലേ ഈ ഒരു വ്യക്തിയുടെ അഹങ്കാരം താഴ്ന്നു. കാരണം ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ ഒരു ഫേസ് ക്രീം കാണിക്കുന്നുണ്ട്. ആ ഒരു ഫേസ് ക്രീം മറ്റേ ടോപ്പിൻ്റെ കൂടെയൊക്കെ സെയിലായിട്ട് കാണിക്കുന്നത്, ലൈവിലൂടെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഈ സെയിലിൻ്റെ കൂടെ കാണിക്കുന്നതിൻ്റെ ഒപ്പമാണ് ഈ ഫേസ് ക്രീമൊക്കെ ആഡ് ചെയ്ത് മുഖത്തൊക്കെ അങ്ങ് അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ഫേസ് ക്രീമും കൂടെ വാങ്ങിക്കാം. ആരും വാങ്ങാണ്ടിരിക്കുകയാണ് നല്ലത്. ഇല്ലാത്ത അസുഖം കൂടി വരുത്തി വെക്കുന്നതാണ്. സ്വന്തം കളറിലും സ്വന്തം ആരോഗ്യത്തിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം നിങ്ങൾ മേടിക്കാതിരിക്കണം. സത്യം പറഞ്ഞാൽ ഇവർ ആൾക്കാരെ പറ്റിക്കുകയും ഇവർക്ക് പൈസ ഉണ്ടാക്കണം, ഇവർക്ക് ലാവിഷായിട്ട് ഇങ്ങനെ നടക്കണം, പിന്നെ മക്കളെ കുറേ തെറി വിളിപ്പിക്കണം. ഈ മക്കൾക്കെന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തോന്നറിയാം, ഇവരെ ലൈവിലിരുത്തി ഇവരെ വിട്ട് ലൈവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൈവ് ചെയ്യാൻ പാടില്ല തന്നെ. എന്നിട്ടും അപ്പുറത്തിരുന്നിട്ട് ഉമ്മ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയെ നോക്കണം ലൈവ് ചെയ്തിട്ട്. അപ്പോൾ ഇതെല്ലാം മക്കളെ കൊണ്ട് പറയിക്കുകയും സ്വന്തം ഉമ്മാനെ, അതായത് ഈ ഷാജിയുടെ ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ആ ഒരു വീട് കൈക്കലാക്കി വെക്കും, അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സമ്പത്തുണ്ട്, സ്വന്തം കയ്യിൽ കാശുണ്ട്. ആ ഒരു കാശിൽ ഒരു വീട് മേടിച്ച് പോകാനോ ഒരു വാടക വീട്ടിലേക്ക് പോകാനോ സ്വന്തം അമ്മ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനോ ഒന്നും നിവർത്തിയില്ലാണ്ട് ഈ 5 മക്കളെയും കൊണ്ട് അങ്ങ് നടക്കുകയാണ്. എന്തോ പുരാണം പറയുന്നത്, എന്തോ നല്ല കാര്യം, നല്ല നീറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ചെയ്യുന്നത്, എന്തോ വലിയ സംഭവമായിട്ടാണ് ആൾ നടക്കുന്നത്. ഇപ്പോഴും പറയുന്നത് അവരെന്തോ സംഭവമാണ്. എന്നിട്ട് മറ്റുള്ളവർ കുറിച്ചിട്ട് ആരെങ്കിലും നുണ പറഞ്ഞു കൊടുക്കുന്ന അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. എന്നുവെച്ചാൽ ഇവർ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു വ്യക്തിയെ കരിവരത്തേക്കുക. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൈസിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗൈസിൻ്റെ കാര്യങ്ങൾ ഇവർക്ക് തെറ്റ് പറയുന്ന ഒരു കാര്യം, ഇവരുടെ അമ്മയാണ് നിവർത്തി കെട്ടിട്ടാണ് ഇവരെ കുറിച്ചിട്ടുള്ള സത്യങ്ങൾ പുറത്ത് പറയുന്നത്. ആ ഒരു പേരിലാണ് ഇപ്പോൾ ഗൈസിനെ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നീ അവിടെ വാ, നീ ഇവിടെ വാ, നീ എൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പോലീസാണ്, മറിച്ചതാണ്. അപ്പോൾ ഇവർക്കുള്ള ഈ ഒരു തിരിച്ചടിക്ക് എന്തായാലും സഫീന ബേബി ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു പിള്ളേരെ ഈ ഒരു സ്ത്രീയുടെ അടുത്തുനിന്ന് മാറ്റിയാൽ കുറച്ചെങ്കിലും അച്ചടക്കം പഠിക്കും. ഉമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്ക്. മക്കളെ ഉമ്മച്ചിയുടെ അടുത്തുനിന്ന് പിരിക്കാനൊന്നുമല്ല ആൻറ്റി ചെയ്തത്. അങ്ങനെ മക്കൾക്ക് തോന്നണ്ട കേട്ടാ. ഇച്ചിരി പഠിക്കാനുണ്ട്. നിൻ്റെ ഉമ്മച്ചിക്ക് ഇത്തിരി ഒരു ഇളക്കമുണ്ട്. ആ ഇളക്കം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് മെനക്കെട്ട് ഇവിടം വരെ വന്നത്. നടക്കാൻ വയ്യടാ, അത്രയും ബുദ്ധിമുട്ടാടാ. ഈ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ വന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. നീ അത് മനസ്സിലാക്കി. ഇപ്പം മനസ്സിലായില്ലെങ്കിൽ കൊച്ചിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. ഉമ്മച്ചിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഉമ്മച്ചിക്ക് ഇച്ചിരി ഞട്ട് ലൂസായ ഞട്ടൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൊന്നും കയറി കളിക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ച് നല്ല കുട്ടികളായി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം. നിങ്ങളുടെ ഉമ്മയെ പോലെ കഷ്ടപ്പെടുന്ന കാര്യമാണ് ഇപ്പോൾ സഫീന ബീബി ചെയ്തിരിക്കുന്നത്. ആ സഫീന ബീബിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു പിള്ളേർ ഇവരെ കൂടെ നിന്നിട്ട് ഇത് പഠിച്ചിട്ടാണ് വളർന്നു വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സ്ത്രീയുടെ അടുത്ത് പോകാൻ കുറച്ചെങ്കിലും നേരം. കാരണം ഈ കുട്ടികളുടെ അച്ഛൻ ഇപ്പം മരിച്ചത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഓരോ ദിവസം കൂടുന്നവർ മനസ്സിലായിട്ട് വരുന്നതാണ്. സ്വന്തം അയൽക്കാർ പോലും ഇവരെ അടുത്ത് വരുന്നില്ല, അയൽക്കാർക്ക് പോലും ഇവരെ ഇഷ്ടമില്ല. ഇവരിങ്ങനെ കാണിച്ചാൽ ആര് വരും? ഇവർ ആരെ അടുപ്പിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് കരയാൻ പോലും ഒരൊറ്റ മനുഷ്യർ കാണത്തില്ല. ഈ ലോകത്തുള്ള ഒരൊറ്റ സ്വന്തം ഉമ്മ പോലും കാണത്തില്ല. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉമ്മ ജെട്ടി ഡാൻസ് കാണിച്ചു. ഇനി എന്തൊക്കെ കാണിക്കാൻ കിടക്കുന്നതെന്ന് ആർക്കറിയാം? യൂട്യൂബിലൂടെയാണ് എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള തിരിച്ചടി ഇനി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഇവർക്കിനി ഒരു തിരിച്ചടിയും കിട്ടാനില്ല. കാരണം ഒരു മനുഷ്യന് ഒരു ബഹുമാനമോ ഒന്നുമില്ല.
ഈ കാണുന്ന പുറമേ കാണുന്ന ഷാജിദയല്ല ഈ ഒരു ലൈവിൽ കാണുന്ന ഷാജിദ. ഈ ഒരു ലൈവിൽ കാണുന്ന ഷാജിദയല്ല ഷോർട്സ് വീഡിയോസിൽ കാണുന്ന ഷാജിദ. ഷോർട്സിൽ കാണുന്ന ഷാജിദയല്ല അല്ലാണ്ട് കാണുന്ന ഷാജിദ. അപ്പോൾ ഈ ഇത്രയും പല പല മുഖങ്ങളുള്ള ഷാജിദയാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് നിങ്ങൾ ഇപ്പം കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ 5 മക്കളെയും കൊണ്ട് പാവം പോറ്റി നടക്കുകയാണെന്നും. എന്താണ് ഇവർ നടക്കുന്നത്? ഇവർ യൂട്യൂബിൽ കയറി ഇരിക്കും, ലൈവ് ഓണാക്കും, ഇല്ലെങ്കിൽ ക്യാമറ ഓണാക്കും, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പിടിക്കും, അതിന് അപ്ലോഡ് ചെയ്യും. അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ആർക്കറിയില്ല. പിന്നെ അത് അയ്യോ എൻ്റെ മക്കളെ പോറ്റാനാണ്, ഇങ്ങനെ ഇതിനെക്കാട്ടിലും പോറ്റാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടുജോലി ചെയ്ത് പോലും സ്വന്തം മക്കളെ പോറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പോലും ഇങ്ങനത്തെ തെറി വായിൽ വരത്തില്ലായിരിക്കും. അവർ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കത്തുള്ളൂ. ഇവിടെ നേരെ തിരിച്ചിട്ടാണ് ഈ ഒരു സ്ത്രീ മക്കളെ എത്രത്തോളം നാണം കെടുത്താൻ പറ്റും. മക്കളെ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഈ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തിയുടെ മക്കളാണെന്ന് അറിയുമ്പോൾ ആ പിള്ളേർക്ക് ഒരു മിണ്ടാൻ പോലും തോന്നത്തില്ല. കാരണം എന്തായാലും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, ആ പിള്ളേർക്കെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ഇവരിനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവർക്ക് എത്രത്തോളം സബ്സ്ക്രൈബർ കയറുന്നുണ്ടോ, എത്രത്തോളം വ്യൂസ് കയറുന്നുണ്ടോ, അവരത്രയും പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് യൂട്യൂബ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ ഈ പോക്കർത്തനങ്ങൾ ഈ വഴിയിൽ വെച്ചിട്ടും റോഡിൽ വെച്ചിട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തടങ്കലിടണമെങ്കിൽ ഇതിൽ പോലീസ് ആരെന്ന് ഇടപെടണം, ഇല്ലെങ്കിൽ നിയമം ഇടപെടണം. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ ആ പിള്ളേരെ വേറെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇനി അവരുടെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കണം.